നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിക്കര വാഹനാപകടം. മരണപ്പെട്ടവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നടുക്കം വിട്ടുമാറാതെ മുക്കൂട് ഗ്രാമം. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്. സിവിൽ സ്റ്റേഷൻ ശാഖാ മാനേജർ അറസ്റ്റിൽ. CPM ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുകയാണെന്ന് ഭാരതീയ മഹിളാ മോർച്ച. വീട്ടമ്മയ്ക്ക് നേരെ നടന്ന ആക്രമണം ന്യായീകരിക്കാനാവില്ലെന്നും മഹിളാ മോർച്ച നേതാക്കൾ. ചന്ദ്രഗിരി റോഡിൽ മണ്ണിടിഞ്ഞു വീണത് ഗതാഗതത്തിന് തടസ്സമാകുന്നു. അപകടം പതിയിരിക്കുന്ന KSTP റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. അന്യസംസ്ഥാന ബോട്ടുകൾ ജില്ല വിടണമെന്ന് ജില്ലാ ഭരണകൂടം. ട്രോളിംഗ് നിരോധനത്തെ തുടർന്നാണിതെന്നും ജില്ലാ ഭരണകൂടം. ABVP സംസ്ഥാന പഠന ശിബിരം കാഞ്ഞങ്ങാട്ട്. ശിബിരം ജൂലൈ 15 മുതൽ 17 വരെ. എൻഡോസൾഫാൻ മേഖലയിൽ ഭക്ഷണ സാധനങ്ങളുമായി ഇബ്രാഹിം മദക്ക. ഇബ്രാഹിം മദക്കയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ 7ാം വർഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് പള്ളിക്കര ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഖബറടക്കി. നടുക്കം വിട്ടുമാറാതെ മുക്കൂട് ഗ്രാമം. തിങ്കളാഴ്ച വൈകുന്നേരം 6:30 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. അപ്രതീക്ഷിതമായി കേട്ട ദുരന്ത വാർത്ത വിശ്വസിക്കാനാവാതെ മുക്കൂട് ഗ്രാമം ഒന്നടങ്കം വീർപ്പടക്കി നിന്നു. കേട്ട വാർത്ത യാഥാർത്ഥ്യമാകരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഗ്രാമവാസികൾ. ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചതറിഞ്ഞ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ മുക്കൂട് ഗ്രാമത്തിലേക്ക് ഒഴുകുകയായിരുന്നു. പലർക്കും ആരാണ് മരിച്ചതെന്ന് അറിയാനായിരുന്നു തിടുക്കം. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ 2 പേർ മരിച്ചിട്ടുണ്ടെന്ന വിവരമായിരുന്നു ആദ്യം അറിഞ്ഞത്. ബന്ധുക്കളെത്തി കുടുംബക്കാരെ തിരിച്ചറിഞ്ഞപ്പോൾ ആശുപത്രി പരിസരമാകെ ശോകമുഖമായിരുന്നു. പള്ളിക്കരയിലെ കാറപകടത്തിൽ 6 പേർ മരിച്ചപ്പോൾ 4.5 വയസ്സുകാരൻ അജ്മലും 8 മാസം പ്രായമുള്ള കൈക്കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചവരാണ് തിങ്കളാഴ്ച കാറപകടത്തിൽപ്പെട്ടവർ. സക്കീനയും മക്കളും സക്കീനയുടെ സഹോദരന്റെ ഭാര്യ ഖൈമറുന്നിസയും മകളും ഒരുമിച്ച് മുക്കൂട്ടിലാണ് താമസം. ചേറ്റുകൊണ്ട് ബാദുഷാ പള്ളിക്കടുത്തെ തറവാട് വീട് പൊളിച്ചിരിക്കുന്നതിനാലാണ് മുക്കൂട്ടിലെ വാടക വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നത്. ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ അപകടം ഉൾക്കൊള്ളാനാവാതെ തേങ്ങുകയാണ് മുക്കൂട് ഗ്രാമം. ന്യൂസ് ഡെസ്ക് KCN. ദളിത് വൃദ്ധ രത്നമ്മയ്ക്കെതിരെ നടന്ന ആക്രമണം കുടുംബ വഴക്കെന്ന് വരുത്താൻ ശ്രമം നടക്കുന്നതായി ഭാരതീയ മഹിളാ മോർച്ച നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ. ദേലമ്പാടി കക്കപ്പടിയിലെ വീട്ടമ്മയ്ക്ക് നേരെ നടന്ന CPM അക്രമം കുടുംബ വഴക്കാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ഭാരതീയ മഹിളാ മോർച്ച നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. CPM തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ചാണ് പോലീസ് കേസ് അന്വേഷണം നടത്തുന്നത്. പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിന് മുമ്പായി രത്നയ്ക്ക് മാരകമായി പരിക്കേറ്റത് കുടുംബ വഴക്കിനെ തുടർന്നാണെന്ന് മൊഴി നൽകാൻ പോലീസ് അവരെ നിർബന്ധിക്കുകയായിരുന്നു. കേരളം മുഴുവനും ഇത്തരത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ പല രീതിയിലും ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് CPM പറഞ്ഞത് സ്ത്രീകളെ ശരിയാക്കുമെന്ന് ആണ് എന്നുള്ളതാണ് ഇന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ പ്രതികൾ ആരാണ് എന്ന് പോലീസിന് അറിയാമെന്നിരിക്കെ 6 ദിവസമായിട്ടും അവരെ പിടിക്കാൻ കാസർഗോഡ് ഈ പോലീസ് അതിർത്തിയിൽപ്പെട്ട പോലീസ് സ്റ്റേഷനോ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ പക്ഷപാതപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ്. ബാങ്ക് മാനേജർ അറസ്റ്റിലായി. ഇയാളുടെ വീട്ടിൽ നിന്നും 4 ലക്ഷം രൂപയും മുക്കുപണ്ടങ്ങളും കണ്ടെടുത്തു. വിദ്യാനഗർ ശാഖാ മാനേജർ കാഞ്ഞങ്ങാട്ട് കോട്ടപ്പാറയിലെ സന്തോഷ് കുമാറിനെയാണ് വിദ്യാനഗർ CI KV പ്രമോദൻ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 4 ലക്ഷത്തോളം രൂപയും നിരവധി മുക്കുപണ്ടങ്ങളും കണ്ടെടുത്തു. മുക്കുപണ്ടം ബാങ്കിൽ നിന്ന് കാണാതായ പണയ സ്വർണമാണെന്ന് പോലീസ് കരുതുന്നു. മുക്കുപണ്ട പണയ തട്ടിപ്പിലൂടെ മുട്ടത്തൊടി ബാങ്കിന്റെ നായന്മാർമൂല വിദ്യാനഗർ ശാഖകളിൽ നിന്നായി 4 കോടിയിൽ പരം രൂപയാണ് തട്ടിയെടുത്തത്. മാനേജർ സന്തോഷ് കുമാർ, അപ്രൈസർ സതീശൻ, കുണ്ടാറിലെ ഹാരിസ് എന്നിവരാണ് തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ.
ഇവരിൽ സന്തോഷിന് 2 കോടി രൂപയും ഹാരിസിന് 1 കോടി രൂപയും സതീഷിന് 3/4 കോടി രൂപയും ലഭിച്ചു. സന്തോഷിന്റെ അറസ്റ്റോടെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 6 ആയി. തട്ടിപ്പ് കേസിൽ പങ്കാളികളായ ഇടപാടുകാരെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. സന്തോഷ് കുമാറിന്റെ വീടിനടുത്തായി പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. ചന്ദ്രഗിരി പാലത്തിന് സമീപം KSTP പാതയിൽ വ്യാപക മണ്ണിടിച്ചിൽ. പുലിക്കുന്ന് മുതൽ ചന്ദ്രഗിരി ജംഗ്ഷൻ വരെ അപകട ഭീഷണിയിൽ. ശക്തമായ മഴയിൽ പാതയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. പുതുതായി നിർമ്മിച്ച ഓവുചാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു. ഓവുചാലിൽ മണ്ണിടിഞ്ഞു വീണതുകൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോകാനാവാതെ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ അധികം ഉറപ്പില്ലാത്ത മണ്ണാണ്. ഏത് സമയവും പൊട്ടിവീഴാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. നവീകരണ പ്രവൃത്തിക്കിടെ റോഡിന്റെ ഒരു ഭാഗത്തെ പാർശ്വഭിത്തി കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തി നടത്തിയിരുന്നുവെങ്കിലും അത് ഉപേക്ഷിക്കുകയായിരുന്നു. കോടികൾ ചെലവഴിച്ചാണ് KSTP പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. പുലിക്കുന്ന് പൊതുമരാമത്ത് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ കുന്നാണ് ഏറെ ഭീഷണി ഉണ്ടാക്കുന്നത്. മണ്ണിടിച്ചിൽ തടയുന്നതിന് റോഡിന്റെ ഇരുവശത്തും പാർശ്വഭിത്തി നിർമ്മിക്കാതെ അപകടം കുറയില്ല എന്നതാണ് വസ്തുത. ഇതുവഴി അനുദിനം നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഏത് സമയവും അപകടം മുന്നിൽ കണ്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. KSTPയുടെ പുതിയ റോഡ് പണിതേക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ പാവപ്പെട്ട ആളുകൾ ബൈക്കിൽ പോകുമ്പോൾ ഇടിഞ്ഞ് നമ്മുടെ ദേഹത്തേക്ക് വീണാൽ എപ്പോഴാണ് നമുക്ക് അവിടെ പെടുകയെന്ന് പറയാൻ പറ്റുകയില്ല. മൊത്തം പൊട്ടി വീണുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ വരുന്ന വഴിക്കാണ് ഇപ്പോൾ വീണതാണ് ഈ കാണുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ. യന്ത്രം ഘടിപ്പിച്ചതും അല്ലാത്തതുമായ വള്ളങ്ങൾക്ക് നിരോധനം ബാധകമല്ല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച രാത്രി 12ഓടെ പ്രാബല്യത്തിൽ വരും. ജൂലൈ 31 വരെ 47 ദിവസമാണ് നിരോധന കാലാവധി. നിരോധനത്തിന് മുന്നോടിയായി മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്ന് യന്ത്രവൽകൃത ബോട്ടുകൾ നീക്കി തുടങ്ങി. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപ് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി തീരദേശത്തും കടലിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തും. ചൊവ്വാഴ്ചയോടെ ബോട്ടുകളെല്ലാം കരക്കടുക്കും. ബോട്ടുകൾ കടലിൽ പോകുന്നത് തടയാൻ രാത്രി 12-ന് നീണ്ടകര പാലത്തിന്റെ തൂണുകൾ തമ്മിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കും. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 4500 യന്ത്രവൽകൃത ബോട്ടുകളുണ്ട്. യന്ത്രം ഘടിപ്പിച്ചതും അല്ലാത്തതുമായ വള്ളങ്ങൾക്ക് നിരോധനം ബാധകമല്ല. രജിസ്റ്റർ ചെയ്ത 25,000 വള്ളങ്ങളാണ് കടലിൽ പോകുന്നത്. നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കാൻ നടപടികളായി. തീരദേശത്തെ ഡീസൽ പമ്പുകൾ അടച്ചിടും. വള്ളങ്ങൾക്ക് ഡീസൽ നൽകാനായി മത്സ്യഫെഡിന്റെ പമ്പുകൾ പ്രവർത്തിക്കും. ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരോധന കാലയളവിൽ കടലിൽ പട്രോളിംഗ് നടത്തും. ABVP സംസ്ഥാന പഠന ശിബിരം ജൂലൈ 15 മുതൽ 17 വരെ തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സ്വാഗത സംഘം രൂപീകരണം നടന്നു. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ABVP സംസ്ഥാന പഠന ശിബിരത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ജൂലൈ 15 മുതലാണ് പഠന ശിബിരം നടക്കുന്നത്. പി സ്മാരക മന്ദിരത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം RSS ജില്ലാ സംഘചാലക് P ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖലാ പഠന ശിബിരം എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട് പോളിടെക്നിക്കിൽ വെച്ച് നടത്തി. എൻ്റെ ഓർമ്മയിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം. അതിനുശേഷം സംസ്ഥാന തലത്തിലുള്ളത് കാഞ്ഞങ്ങാട് വെച്ച് നടന്നിട്ടുണ്ട്. ഏതായാലും ഒരു നല്ല സന്ദർഭം ഈ വിദ്യാർത്ഥികളെ പിടിച്ചടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സംഘടനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ പഠനശിബിരം എന്ന് പറയുമ്പോൾ അതാണ്. സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. സ്വാമി പ്രേമാനന്ദ, ABVP സംസ്ഥാന സെക്രട്ടറി A പ്രസാദ്, ജില്ലാ കൺവീനർ വൈശാഖ് കേളൂത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വൻകിട ചാനലുകളുമായി കിടപിടിക്കുന്ന തരത്തിൽ കേബിൾ TV മേഖലയെ വളർത്തുന്നതിൽ NH അൻവറിന്റെ സേവനം മഹത്തരമായിരുന്നുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. COA ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച NH അൻവർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ TV മേഖലയെ പുരോഗതിയിലെത്തിക്കുന്നതിൽ NH അൻവർ നൽകിയ സംഭാവന നിസ്തുലമാണെന്ന് MV ജയരാജൻ അനുസ്മരിച്ചു. വൻകിട ചാനലുകളുമായി കിടപിടിക്കുന്ന തരത്തിലേക്ക് കേബിൾ TV വളർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഉത്തരവാദിത്തങ്ങൾ ബാക്കിയാക്കി അൻവർ യാത്രയാകുമ്പോൾ സമൂഹത്തിന് പരോപകാരിയായ മനുഷ്യസ്നേഹിയാണ് നഷ്ടമായത്. ചെറുകിട ഓപ്പറേറ്റർമാരെ നാടൻ രീതിയിലുള്ള പ്രൊഫഷണലിസം അദ്ദേഹം പഠിപ്പിച്ചു. COA എന്ന സംഘടനയിൽ വിള്ളലില്ലാതെ കൊണ്ടുപോയതിൽ അൻവർ നിർവഹിച്ച പങ്ക് വലുതാണെന്നും ജയരാജൻ പറഞ്ഞു. അൻവറിന്റെ വ്യക്തിപരമായ മുൻകൈ, ധീരമായ നേതൃത്വം, അതൊക്കെ നമ്മുടെ മേഖലയെ ശക്തിപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. വൻകിട ചാനലുകാരുടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒന്നും, ഒപ്പം
പ്രാദേശിക ചാനലുകൾ എന്ന നിലയിൽ സമൂഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്ന മറ്റൊരു ലക്ഷ്യവും കണ്ടെത്തും. അതോടുകൂടിയാണ് ഈ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാർ സമൂഹത്തിൽ ശ്രദ്ധാകേന്ദ്രമായി തീർന്നത്. COA സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MV ദീപു, A പ്രജേഷ്, MP മുരളി, K സജീവൻ, M രാധാകൃഷ്ണൻ, ബിജു കാമ്പ്രത്ത്, K പ്രമോദ്, MV ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പുണ്യം തേടി. റംസാൻ കാലത്ത് വേറിട്ട കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനാവുകയാണ് ഇബ്രാഹിം മദക്ക. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കുന്ന ദൗത്യമാണ് ഇത്തവണ ഇബ്രാഹിം ഏറ്റെടുത്തിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറെയുള്ള മലയോര മേഖലയിൽ 1000 കുടുംബങ്ങൾക്ക് റംസാനിലേക്കും പെരുന്നാളിലേക്കുമുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകി പ്രവാസി വ്യാപാരിയുടെ സാമൂഹ്യ പ്രതിബദ്ധത. ഖത്തറിൽ റെന്റേക്കാർ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുള്ളേരിയ പള്ളപ്പാടി സ്വദേശിയായ ഇബ്രാഹിം മദക്കയാണ് ജില്ലയിലെ മലയോര പ്രദേശങ്ങളായ ബെള്ളൂർ, കുമ്പടാജെ, കാറടുക്ക പഞ്ചായത്തുകളിലെ നിർധനരായ കുടുംബങ്ങൾക്ക് പുണ്യമാസമായ റംസാനിൽ കാരുണ്യ ഹസ്തവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തുടർച്ചയായി 7ാം വർഷമാണ് ഇദ്ദേഹം ഇത്തരം കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അരി, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, എണ്ണ, ഈന്തപ്പഴം, ഉള്ളി ഉൾപ്പെടെ 3400ഓളം രൂപയുടെ സാധനങ്ങളാണ് ഓരോ കുടുംബത്തിനും നൽകുന്നത്. ഇദ്ദേഹം രൂപീകരിച്ച മദക്കം ചാരിറ്റബിൾ ട്രസ്റ്റ് അർഹരായവരെ കണ്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. 1999-ൽ 300ഓളം കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഓരോ വർഷവും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നു. അവശ്യ സാധനങ്ങളുടെ വില ഓരോ വർഷവും ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴും സാധനങ്ങളുടെ അളവ് കുറക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. കഴിഞ്ഞ 3 വർഷങ്ങളായി ഓണത്തിനും പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾക്ക് ഇതേപോലെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാറുണ്ട്. ഖത്തറിൽ ചുമട്ടുതൊഴിലാളിയായും വീട്ടുജോലിക്ക് നിന്നും പ്രവാസ ജീവിതത്തിന് തുടക്കം കുറിച്ച ഇബ്രാഹിം മദക്കം ഇന്ന് GCCയിലെ ഏറ്റവും പ്രശസ്തമായ പെനിൻസുല റെന്റേക്കാർ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. 350ഓളം ആഡംബര കാറുകൾ ഈ കമ്പനിക്ക് സ്വന്തമായുണ്ട്. ഇതിനു പുറമെ നാട്ടിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ഉന്നതിയിൽ എത്തുമ്പോഴും തൻ്റെ ഇന്നലകളെയും നാട്ടുകാരെയും മറക്കാത്ത ഇബ്രാഹിം കാരുണ്യ പ്രവർത്തനത്തിൻ്റെ വേറിട്ട മുഖമാവുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ജിഷാവധം പോലുള്ള സംഭവങ്ങൾ പോലീസിന്റെ മുഖത്ത് കരിവാരി തേക്കുന്നതാണെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പോലീസ് സേന പരിഷ്കരിച്ചുവെങ്കിലും വളരെ പ്രാകൃതമായ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അംശങ്ങൾ ഇവിടെയുണ്ട്. ജനങ്ങളുടെ കാവലാളാകണം പോലീസ്. സർക്കാരിനെ വിലയിരുത്തുന്ന ജനങ്ങൾക്ക് ഒരു ഘടകം സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റമാണെന്നും മന്ത്രി E ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. പോലീസ് സേന പരിഷ്കരിച്ചു, കുറെ കൂടുതൽ മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും വളരെ പ്രാകൃതമായ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒരുപാട് രംഗങ്ങളിലെ അംശങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് പോലെ ചില അംശങ്ങൾ ഇപ്പോഴും വളരെ പ്രാകൃതമായ രീതിയിൽ പോലീസുകാരുടെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരാറുള്ളത് ഖേദകരമാണ്. അത് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശാസ്ത്രീയമായ പരിശോധന നടത്തി എന്തും തെളിയിക്കാൻ സൗകര്യമുള്ള കാലഘട്ടത്തിൽ 3ാം മുറയിലൂടെ തെളിയിക്കാം എന്ന ചിന്ത ഉപേക്ഷിക്കേണ്ടതാണ്. 3ാം മുറ പോലീസ് സേനയിൽ നിന്നും തുടച്ചുമാറ്റണമെന്നും ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. NA നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസയ്ക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി. നാളികേര കർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കലക്ട്രേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കൃഷിഭവൻ മുഖാന്തരം സംഭരിച്ച നാളികേരത്തിന്റെ വില ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആം ആദ്മി കർഷക സ്വരാജിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ഇൻഫാം ജില്ലാ പ്രസിഡന്റ് തോമസ് തയ്യിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കനാലെ അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷൗക്കത്ത് അലി ഏറോത്ത്, ആം ആദ്മി ജില്ലാ സെക്രട്ടറി KP മുഹമ്മദ് കുഞ്ഞി, രവീന്ദ്രൻ കണ്ണക്കൈ, PC ബാലചന്ദ്രൻ, ലൂക്ക പെർല, ശിവപ്രസാദ്, ഖലീൽ കളനാട്, അഷ്റഫ് കുഞ്ചത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മഞ്ചേശ്വരം തുമിനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡിൽ വീട് പൊളിച്ച അവശിഷ്ടങ്ങൾ തള്ളുന്നതായി പരാതി.
പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. KL 14L 1134 എന്ന നമ്പറുള്ള ടെമ്പോ വാനിലാണ് കരിങ്കൽ ചീളുകളും വീട് പൊളിച്ച അവശിഷ്ടങ്ങളും തള്ളിയത്. സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുൻഭാഗത്തുള്ള റോഡിൽ ഇവ തട്ടുന്ന ദൃശ്യം വീട്ടുടമസ്ഥൻ മൊബൈലിൽ പകർത്തിയിരുന്നു. ഈ റോഡിലൂടെ ദിവസേനയെന്നോണം നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും സഞ്ചരിക്കുന്നുണ്ട്. ഇവ തള്ളിയത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. റോഡരികിൽ കോഴിഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, കരിങ്കല്ലുകൾ എന്നുവേണ്ട ഒരു സാധനവും ഉപേക്ഷിക്കരുതെന്ന കർശന നിയമമുണ്ട്. എന്നാൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇങ്ങനെ അവശിഷ്ടങ്ങൾ തള്ളുമ്പോൾ സാംക്രമിക രോഗങ്ങൾ പിടിപെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ +1 ക്ലാസുകൾക്ക് തുടക്കമായി. പ്രൈമറി ക്ലാസുകൾ ക്യാംകോ ബിൽഡിംഗിലേക്ക് മാറ്റി. രക്ഷാകർത്താക്കളുടെ കൂട്ടായ്മയും ഇച്ഛാശക്തിയും ഒത്തുചേർന്നപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വികസനത്തിന് അത് മുതൽക്കൂട്ടായി മാറി. അസൗകര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്രൈമറി ക്ലാസുകൾ ക്യാംകോ കെട്ടിടത്തിലേക്ക് മാറി. രക്ഷിതാക്കളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചാണ് കെട്ടിടം നവീകരിച്ചത്. സ്കൂളിൽ പുതുതായി തുടങ്ങുന്ന 11ാം ക്ലാസ് തടസ്സങ്ങളില്ലാതെ തുടങ്ങിയതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അധ്യയന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇനി കൂടുതൽ പ്രയത്നവും കൂടുതൽ ചിലവും വരുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ആവശ്യമാണ്. അതിന് മുഴുവൻ നാട്ടുകാരുടെയും അതുപോലെ PTA-യുടെയും വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണവും പ്രവർത്തനവും ഉണ്ടാവുമെന്ന് ഞാൻ ആശിക്കുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ VV രമേശൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് പ്രഭാകരൻ വാഴന്നൂരടി, ഗോപിനാഥൻ നായർ, പ്രിൻസിപ്പൽ വേദപ്രകാശ് മീന തുടങ്ങിയവർ സംസാരിച്ചു. നാടിനെ പച്ചപ്പണിയിക്കാൻ രാവണീശ്വരത്തെ നാട്ടുപച്ചയുടെ പ്രവർത്തകർ. നാട്ടുപച്ചയുടെ പ്രവർത്തനം ഒരു നാടിനാകെ മാതൃകയാവുകയാണ്. ഭൂമിയെ പച്ചപുതപ്പിക്കാൻ ഒരു കൂട്ടായ്മ. രാവണീശ്വരത്തെ നാട്ടുപച്ച ട്രീ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു. ഭൂമിയിൽ പച്ചപ്പൊരുക്കാൻ ദേശങ്ങൾ താണ്ടിയും വനവൽക്കരണം നടത്തുകയാണ് നാട്ടുപച്ചയുടെ പ്രവർത്തകർ. രാവണീശ്വരം, വാണിയമ്പാറ പ്രദേശങ്ങളിലെ സാമൂഹ്യ പ്രവർത്തകരാണ് നാട്ടുപച്ചയ്ക്ക് നേതൃത്വമേകുന്നത്. ഭൂമിയിൽ നഷ്ടപ്പെടുന്ന ഹരിത സമൃദ്ധിയെ തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുപച്ചയുടെ പ്രവർത്തകർ. മരം വളരണം, ജലം വരളരുത്, ജീവൻ വലയരുത് എന്ന സന്ദേശവുമായാണ് ഇവർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പിലിക്കോട്ടെ കാരാപ്പാത്ത് ജാനകി അമ്മയുടെ ഒരേക്കർ പറമ്പിൽ വനവൽക്കരണം നടത്താൻ നാട്ടുപച്ചയുടെ പ്രവർത്തകർ രംഗത്തിറങ്ങി. 250-ലധികം വൃക്ഷത്തൈകൾ ഇവിടെ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. PV ജാനകി അമ്മയുടെ ഒരേക്കർ പറമ്പ് വനവൽക്കരണ പരിപാടി ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നാടക പ്രവർത്തകൻ ഗംഗൻ IT സംസാരിച്ചു. നാട്ടുപച്ച പ്രവർത്തകൻ A പ്രകാശൻ അധ്യക്ഷനായിരുന്നു. പ്രവർത്തനങ്ങൾക്ക് രാമകൃഷ്ണൻ വാണിയമ്പാറ, ഹരീഷ് വാണിയമ്പാറ, അഖിലേഷ് അള്ളങ്കോട്, അജേഷ് പുതിയപുരയിൽ, വിനീത്, ഷാജു, അശ്വിൻ, വരദ, A പ്രകാശൻ, A രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. ജാനകിയമ്മയും മക്കളും ചുറ്റുവട്ടത്തെ നിരവധി ആളുകളും ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സേവന നിരതരായവർക്ക് സ്വീകരണമൊരുക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് കോടോംബേളൂർ മണ്ഡലം കമ്മിറ്റിയാണ് വ്യത്യസ്തമായ സ്വീകരണമൊരുക്കിയത്. 7 ദശകക്കാലമായി ഇരിയയിൽ മീൻ വിൽപ്പന നടത്തുന്ന കുമ്പയമ്മയും 42 വർഷമായി ബാർബർ ഷോപ്പ് നടത്തുന്ന ഭാസ്കരനും, കോടോംബേളൂരിൽ ജീപ്പ് സർവീസ് നടത്തുന്ന T കൃഷ്ണൻ, യുവ തെയ്യം കലാകാരൻ സജിത് വയമ്പ് എന്നിവരെയാണ് യൂത്ത് കോൺഗ്രസ് കോടോംബേളൂർ കമ്മിറ്റി ആദരിച്ചത്. സ്ഥാനമൊഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂരിന്റെ സ്ഥാനമൊഴിയൽ ചടങ്ങിലാണ് ഇവരെ ആദരിച്ചത്. പൊതുവേദിയിൽ വെച്ച് ലഭിച്ച ആദരം നിറഞ്ഞ കണ്ണുകളോടെയാണ് കുമ്പമ്മ സ്വീകരിച്ചത്. അടുത്തത് 45 വർഷങ്ങൾ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് പ്രതിഭാ സംഗമവും നടന്നു. പുതിയ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി അഖിൽ അയ്യങ്കാവിനെ തെരഞ്ഞെടുത്തു. ഗോപാലകൃഷ്ണൻ നായിക്കയം അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് PG ദേവ്, DCC സെക്രട്ടറി PV സുരേഷ്, ഹരീഷ് P നായർ, സാജിദ് മൗവൽ, BP പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് മാടക്കാൽ, ബാബു കദളിമറ്റം, സോമി മാത്യു, KV ഗോപാലൻ, മധുസൂദനൻ ബാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഭാ സംഗമത്തിൽ A+ നേടിയ 40 വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു.
പ്രൊഫഷണൽ കോഴ്സുകൾക്കും തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കും +2 പാസ്സായ വിദ്യാർത്ഥികളിൽ നിന്നും സ്കോളർഷിപ്പോടെ പഠിക്കാൻ അപേക്ഷ ക്ഷണിക്കുന്നതായി ECR ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ECR ട്രസ്റ്റാണ് വിദ്യാഭ്യാസ മേഖലയിൽ വേറിട്ട പ്രവർത്തനം നടത്തുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹിക പരിഷ്കരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ECR ട്രസ്റ്റ് പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിൽ പഠിച്ച് നിരവധി പേർ ഇന്ന് ജോലി നേടിയിട്ടുള്ളവരാണ്. പോയ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും മുകളിൽ സൂചിപ്പിച്ച രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ജില്ലയിലെ അർഹരായ കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ കാസർഗോഡ് ഒരു ചെറിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാസർഗോഡ് കുറച്ച് ഡൊണേഷൻസ് കളക്ട് ചെയ്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, അത് നാട്ടിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി, പഠിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യാൻ ഇത്തവണ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ട്രസ്റ്റിൻ്റെ കീഴിൽ ഉടുപ്പി കുന്താപുരത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കഴിഞ്ഞ തവണ നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് BSc നഴ്സിംഗ് കോഴ്സും യൂണിവേഴ്സിറ്റി അംഗീകൃത ഏവിയേഷൻ ഡിഗ്രി കോഴ്സിനും നല്ല മാർക്സ് കിട്ടി. അപ്പോൾ ഈ ഓർഫൻ കുട്ടികളെയാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. എങ്കിൽ പോലും നല്ല മാർക്സുള്ള കുട്ടികളെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള എല്ലാ നമ്മൾ BSc നഴ്സിംഗ് കോഴ്സിനും ഏവിയേഷൻ കോഴ്സിനും ഡിഗ്രി കോഴ്സിനും ഒരു 2 കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 60% മേൽ മാർക്ക് വാങ്ങി +2 ജയിച്ചിട്ടുള്ളവർക്ക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 40,000 രൂപ മുതൽ 1 ലക്ഷം വരെ സഹായങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ മധു ഭാസ്കരൻ, അഡ്മിൻ ഹെഡ് സിബി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിക്കര വാഹനാപകടം, മരണപ്പെട്ടവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി, നടുക്കം വിട്ടുമാറാതെ മുക്കൂട് ഗ്രാമം. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്, സിവിൽ സ്റ്റേഷൻ ശാഖാ മാനേജർ അറസ്റ്റിൽ. CPM ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുകയാണെന്ന് ഭാരതീയ മഹിളാ മോർച്ച. വീട്ടമ്മയ്ക്ക് നേരെ നടന്ന ആക്രമണം ന്യായീകരിക്കാനാവില്ലെന്നും മഹിളാ മോർച്ച നേതാക്കൾ. ചന്ദ്രഗിരി റോഡിൽ മണ്ണിടിഞ്ഞു വീണത് ഗതാഗതത്തിന് തടസ്സമാകുന്നു. അപകടം പതിയിരിക്കുന്ന KSTP റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. അന്യസംസ്ഥാന ബോട്ടുകൾ ജില്ല വിടണമെന്ന് ജില്ലാ ഭരണകൂടം. ട്രോളിംഗ് നിരോധനത്തെ തുടർന്നാണിതെന്നും ജില്ലാ ഭരണകൂടം. ABVP സംസ്ഥാന പഠന ശിബിരം കാഞ്ഞങ്ങാട്ട്. ശിബിരം ജൂലൈ 15 മുതൽ 17 വരെ. എൻഡോസൾഫാൻ മേഖലയിൽ ഭക്ഷണ സാധനങ്ങളുമായി ഇബ്രാഹിം മദക്ക. ഇബ്രാഹിം മദക്കയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ 7ാം വർഷത്തിലേക്ക്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergodchannel.com. നമസ്കാരം.